ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ പ്രവാചകൻ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ വഴിയിൽ തൻ്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്താണ് ഈ നേരത്ത്? ഒന്നുമില്ല നബിയെ, വിശപ്പ് കാരണം സഹിക്കാൻ പറ്റാണ്ട് ഇറങ്ങി നടന്നതാണ് നബിയെ. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹവും ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ ഇറങ്ങി നടന്നിരുന്നത്. അങ്ങനെ ഇസ്ലാമിലെ പ്രമുഖരായ 3 പേര് വിശപ്പ് സഹിക്കാൻ പറ്റാതെ പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവർ അബൂ ഹൈസമിൻ്റെ വീട്ടിലെത്തി. അബൂ ഹൈസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആരാധിക്കുന്ന 3 മനുഷ്യർ തൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തതെന്തോ, അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി വേഗം തോട്ടത്തിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഈത്തപ്പഴവും തൻ്റെ സ്വന്തം ആടിനെ അറുത്ത് അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം നൽകി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, ഈ ഒരു അനുഗ്രഹത്തെപ്പറ്റിയും നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. വിശപ്പിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ അനുഗ്രഹങ്ങളും കണ്ണു തുറന്ന് നമ്മൾ കാണാതെ നമ്മളില്ലാത്തതിനെക്കുറിച്ച് ആവലാതിപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, ഈ ചരിത്രമെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും നാളെ പരലോകത്ത് എണ്ണി ചോദ്യം ചെയ്യപ്പെടും. നിനക്ക് തന്ന ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ എന്തു ചെയ്തു എന്നുള്ളത്. നമ്മുടെ അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുക, നന്ദിയുള്ളവരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ പുറത്തു തരട്ടെ. നമുക്കെല്ലാവർക്കും സന്മാർഗത്തിലൂടെ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ആമീൻ.